ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ തിയറീസും അത് കൊണ്ടുവന്ന വ്യക്തികൾ ആരൊക്കെ എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കൺസെപ്ഷൻ തിയറീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ജെ.എം. കെയ്ൻസ്. നെക്സ്റ്റ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, ഡ്യൂസൻബറി. തേർഡ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, അത് 3 പേരാണ്, ആൻറ്റോ മോഡിഗ്ലാനി ആൻഡ് റിച്ചാർഡ് ബ്രൂംബെർഗ്. ഫോർത്ത് പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, അത് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 തിയറീസാണ്. മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, അത് മാർഷൽ. ഇൻഡിഫറൻസ് കർവ് തിയറി, ഹിഗ്സ് ആൻഡ് അലൻ. റിവീൽഡ് പ്രിഫറൻസ് തിയറി, സാമുവൽസൺ. ഇനി മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തുള്ള തിയറീസ്, മിക്ക തിയറീസിൻ്റെയും കൊർണോട്ട് ഡുവോപ്പോളി അങ്ങനെ പേര് കൊടുത്തു തന്നെയാണ് എല്ലാത്തിൻ്റെയും. ഇനി അല്ലാതെ വരുന്ന 2 തിയറീസാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, അത് ചേംബർലിൻ. കിങ്ഡ് ഡിമാൻഡ് കർവ്, അത് 3 പേര് കൂടി ചേർന്നാണ്, പോൾ എം സ്യൂസി, ആർ എൽ ഹാൾ, സി ജെ ഹിച്ച്.